ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ മഴയാണ്, ഭയങ്കര കാറ്റൊക്കെയാണ് കേട്ടോ. കറണ്ട് വന്നും പോയി നിൽക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം ഞാനിന്ന് ഈ ഒരു വീഡിയോ പിടിക്കുന്നതിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് സൗഹൃദങ്ങളൊക്കെ ഉണ്ട്, നല്ലതാണ് സൗഹൃദങ്ങൾ. പക്ഷേ സൗഹൃദങ്ങൾ ആ സൗഹൃദത്തിന് ഒരു അതിർവരമ്പ് എപ്പോഴും നല്ലതായിരിക്കും. ഓവറായിട്ടുള്ള സൗഹൃദം നമ്മളെ വീടുകളിലേക്ക് വരുന്നതിൽ കുറച്ചൊന്ന് നിയന്ത്രണം നല്ലതായിരിക്കും. ഇവിടെ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടിന് പറ്റിയ ഒരു അബദ്ധമാണ്. അപ്പോൾ നല്ല ഫ്രണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു കുട്ടിയാണ് കേട്ടോ അവള്. അപ്പോൾ ആ കുട്ടി കല്യാണം കഴിഞ്ഞ് ഒരു 5-6 വർഷമായി. ഇതുവരെയും കുഞ്ഞുങ്ങളൊന്നുമില്ല ആ കുട്ടിക്ക്. ഇപ്പോൾ ഇപ്പം ഒരു കുറച്ച് നാളായതേ ഉള്ളൂ നമ്മളെ ഏരിയയിൽ വന്ന് വീടൊക്കെ വെച്ച്, സ്ഥലം വാങ്ങിച്ച് വീടൊക്കെ വെച്ച് താമസിക്കുന്നു. അപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കുട്ടിയും കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയും മാത്രമേ അവിടെ ഉള്ളൂ, ആ വീട്ടിൽ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, ജോലിയൊക്കെ ചെയ്തിട്ട് അമ്മയും മോളും കൂടെ കുറച്ച് നേരം നടക്കാനൊക്കെ പോകും. ഹസ്ബൻഡ് ഗൾഫിലാണ്, കുറച്ച് നേരം നടക്കാനൊക്കെ പോകും. അങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ആ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ അത് പെട്ടെന്ന് അറിയാൻ പറ്റാതെ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞതിന് പിന്നെ പെട്ടെന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വന്നു. അസുഖം ഇത്തിരി സീരിയസ് ആയി. അങ്ങനെ പിന്നെ ഇവർ നടക്കാനൊന്നും പോകില്ല, ആ വീട്ടിനകത്ത് തന്നെയാണ്, ട്രീറ്റ്മെൻറ്റിന് മാത്രമേ പുറത്ത് പോകാറുള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട്, വേറൊരു കൊച്ചും വേറൊരു ഫാമിലി. അപ്പോൾ അവിടുത്തെ ഫാമിലിയിൽ ആ കുട്ടി വലിയ കുട്ടിയാണ്. ആ വീട്ടിലെ കുട്ടി ഇത്തിരി വലിയ കുട്ടിയാണ്, അതായത് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടിയാണ്. 7-8 വർഷം പഠിക്കുന്ന സമയം മുതൽ 7-8 വർഷം ഒരാളെ സ്നേഹിച്ചിട്ട് ആ ആളുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, അവളുടെ അച്ഛനും അമ്മയ്ക്കും ബിസിനസ്സാണ്. അവർ രണ്ടുപേരും രാവിലെ പോകും, കടയിൽ പോകും. അപ്പോൾ ഈ കുട്ടി മാത്രമേ ഉള്ളൂ, ഓൺലൈനായിട്ടാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കൊറോണ ടൈമിൽ ചെയ്ത ജോലി ഇപ്പോഴും ആ കുട്ടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു, ഇങ്ങനെ ഈ മോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ അച്ഛനും അമ്മയും രാവിലെ കടയിൽ പോകും. അങ്ങനെ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, നീ തന്നെയല്ലേ ഇരിക്കുന്നത്, മോള് അവിടെ പോയിരുന്നോളൂ, അവിടെ വേറെ ആരുമില്ല, പിന്നെ അവിടുത്തെ ആ ചേച്ചിയും പിന്നെ അവളുടെ അമ്മായി അമ്മയും മാത്രമേ ഉള്ളൂ, അവിടെ വേറെ ആരുമില്ല, നീയും കൂടെ അവിടെ പോയിരുന്നോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഇവളുടെ ഇഷ്ടം ഉണ്ട് ഇഷ്ടമില്ലാതെ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരു വീട്ടിൽ പോയിരിക്കുന്നത്, അതും പരിചയമില്ല. ഇപ്പോൾ ഇവർ പുതുതായിട്ട് വന്ന ഫാമിലിയല്ലേ, അപ്പോൾ അത്രയും പരിചയമില്ലാത്തത് കൊണ്ട് ഇവൾക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു. പിന്നെ അച്ഛൻ നിർബന്ധിച്ചത് കൊണ്ട് അവൾ എന്ത് ചെയ്തു, അങ്ങനെ പോയി അവിടെ ആയിട്ട് സംസാരിച്ചു. പിന്നെ ആദ്യം ഇവൾ തന്നെയല്ല പോയി, അച്ഛനും കൂടെയാണ് പോയത്. അച്ഛൻ പോയി അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. എൻ്റെ മോളാണ്, അവൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, അപ്പോൾ നിനക്കും ഒരു കൂട്ടാവും, നീയും ഇവിടെ അമ്മായി അമ്മയും നീയും മാത്രമല്ലേ ഉള്ളൂ, അപ്പം നിനക്കും ഇവിടെ ഒരു കൂട്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ എന്ത് ചെയ്തു, നല്ല സൗഹൃദത്തിലായി. പിന്നെ പുറത്ത് പോകാനും എവിടെ പോയാലും ഈ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുന്നതും എല്ലാം ഇവർ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോകുന്നതും പിന്നെ അമ്മ കുറച്ച് ദിവസം ബെറ്റർ ആവും, പിന്നെയും സീരിയസ് ആവും, ഇങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിരന്തരം കൊണ്ടുപോകേണ്ട വന്നപ്പോഴത്തേനും മോൻ ഗൾഫിൽ നിന്ന് തിരികെ വന്നു. അപ്പോൾ ലീവിന് 1 മാസത്തെ ലീവിന് വന്നപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അമ്മയെ സംരക്ഷിക്കുകയൊക്കെ ചെയ്തു. അപ്പം തൻ്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും കൂട്ടായിട്ട് വന്ന ഈ കുട്ടിയും കൂടെ പരിചയപ്പെട്ടു, നല്ല ഹാപ്പിയായി. അപ്പോൾ പിന്നെ ഹസ്ബൻഡും വൈഫും ഈ അമ്മയും പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ കുട്ടിയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഈ കുട്ടിയെന്ന് പറയാൻ പറ്റില്ല, 23-24 വയസ്സായ ഒരു പെൺകൊച്ചാണ്. അപ്പോൾ അവളെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ അമ്മയെ കൊണ്ടുപോകാത്ത സാഹചര്യങ്ങളിലും എവളെയും കൊണ്ടുപോകുമായിരുന്നു. അത്രയും നല്ല സ്നേഹത്തിലാണ് ആ ഫാമിലി കഴിഞ്ഞത്. അപ്പം പിന്നീട് ഒരു ദിവസം അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഈ മരുമകൾ എന്തായാലും കൂട്ടിരുന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ മോളും കൂടെ അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്തു, അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കുള്ള ഡ്രസ്സ്, ഇപ്പോൾ പെട്ടെന്ന് പോയതാണ്, അവിടെ നമ്മൾ ചെക്കപ്പിന് പോകില്ലേ, അതുപോലെ പോയ സമയത്താണ് അവിടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ആക്കിയപ്പോഴത്തേനും പിന്നെ ഡ്രസ്സ് വേണമല്ലോ. അപ്പം ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ആ ഡ്രസ്സ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവൾ ഉടനെ എന്ത് പറഞ്ഞു, അവളടുത്ത് പറഞ്ഞാൽ മതി, അവളുടെ ഫ്രണ്ടല്ലേ, അപ്പോൾ അവളടുത്ത് പറഞ്ഞാൽ മതി, അവളെടുത്ത് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്തു,
എന്തിനും ഏതിനും ഈ കുട്ടിയെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയായി ആ ഫാമിലിക്ക്. അത്രയ്ക്കും തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു അവർ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇവരെന്ത് ചെയ്തു, ഇവർ ഈ കുട്ടിയും അവളുടെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇവളെന്ത് ചെയ്തു, കല്യാണം വേണ്ട, ആ ചെറുക്കനെ വേണ്ട എന്നുള്ള രീതിയിലായി. ഒടുവിൽ ഈ കുട്ടിയുടെ ഹസ്ബൻഡും ഞാൻ പറഞ്ഞ ഈ ഫ്രണ്ടും തമ്മിൽ ഇഷ്ടത്തിലാവുകയും അവർ തമ്മിൽ പിരിയാത്ത രീതിയിൽ, വേർപിരിയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ എത്തുകയും ചെയ്തു. പാവം ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇവരെ പിന്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ അതൊന്നും നടന്നില്ല. ആ കുട്ടി ഒരുപാട് അടിയിടി ചവിട്ട് ഇതൊക്കെ ഇഷ്ടം പോലെ ആ കുട്ടി വാങ്ങിയിട്ടുണ്ട്. ഒടുവിൽ അമ്മായിയമ്മ മരിച്ചു പോയതിന് ശേഷം പിന്നെയും ആ കുട്ടി അവിടെ തന്നെ താമസിച്ചു. അവൾക്ക് ബന്ധുക്കളൊക്കെ ഉണ്ട്, പക്ഷെ അവൾ വിളിച്ചാൽ പോകില്ലായിരുന്നു. ഈ ഹസ്ബൻഡ് അവിടെ നിന്ന് മതിയാക്കി നാട്ടിൽ സെറ്റിലായി. ഇവിടെ ജോലിക്കൊന്നും പോകില്ല. മിക്ക ദിവസവും അവിടെ ബഹളമായിരുന്നു, അടിയായിരുന്നു. അങ്ങനെ നാട്ടുകാരൊക്കെ ഇടപെട്ടു ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഇപ്പുറത്തെ വീട്ടിലെ ആ പെൺകൊച്ചിനെ അവിടെ നിന്ന് ആ വീട്ടുകാർ ഫാമിലി അവരങ്ങ് ആ കുട്ടിയെ മാറ്റി അവരുടെ ഏതോ റിലേറ്റീവിൻ്റെ അടുത്ത് കൊണ്ട് മാറ്റി നിർത്തിയിരുന്നു. അപ്പം കുറച്ച് ദിവസം ആ വീട്ടിൽ അടിയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല സന്തോഷത്തിൽ വീണ്ടും പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ആ കുട്ടിക്ക് കല്യാണം വേണ്ടാന്ന് ഇടയ്ക്ക് പറഞ്ഞെങ്കിലും പിന്നെ കല്യാണത്തിന് സമ്മതിച്ചു, കൊണ്ടുവന്നു. കല്യാണം കഴിഞ്ഞു. അവൾ സ്നേഹിച്ചിരുന്ന ആ ചെറുക്കനായിട്ട് തന്നെ ഉള്ളത് കല്യാണം കഴിഞ്ഞു. പിറ്റേന്ന് കല്യാണം ഇന്ന് കഴിയുന്നു എങ്കിൽ നാളെ എന്ത് ചെയ്തു, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം പയ്യൻ്റെ വീട് ഒരുപാട് ദൂരെയാണ്, ചെന്നൈയിലോ അങ്ങോട്ട് എവിടെയാണ്. അപ്പോൾ ഇവർ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എന്ത് ചെയ്തു, ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തിട്ട് അപ്പം ഇന്ന് കല്യാണം കഴിയുന്നുവെങ്കിൽ നാളെ രാത്രി ഈ പെണ്ണ് ആ ചെറുക്കനുമായിട്ട് ഇറങ്ങിപ്പോയി, ആ ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അവളുടെ ഹസ്ബൻഡ് മറ്റേ പെൺകുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇറങ്ങി അങ്ങ് പോയി. കല്യാണം കഴിഞ്ഞ ആ ചെറുക്കന് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഇങ്ങനെ ചെയ്യും എന്നാരും വിചാരിച്ചില്ല, അവനും വിചാരിച്ചില്ല. കാരണം 8 വർഷം അവനെ സ്നേഹിച്ച പെൺകുട്ടിയാണ്. അപ്പോൾ അവളാണ് 1-2 മാസം കൊണ്ട് പരിചയപ്പെട്ട ഒരാളിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. അപ്പം ഈ കുട്ടിക്ക് ഒരു ജീവിതമില്ലാതായിപ്പോയി. ഈ പോയ അവൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അപ്പോൾ അവൾ എന്ത് ചെയ്തു, കുറച്ച് ദിവസമൊക്കെ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുക, 2-3 ദിവസമൊക്കെ നിന്നു. അവളുടെ ഫാമിലിയിൽ നിന്ന് ആൾക്കാർ വന്ന് അവളെ അങ്ങ് കൊണ്ടുപോയി. പക്ഷേ ഇപ്പം അവൻ കേസൊക്കെ നടക്കണുണ്ട്. അവൻ പറഞ്ഞു അവളെ വേണ്ടാന്ന്. പക്ഷെ ഒരുപാട് തവണ ഏതൊരു പെൺകുട്ടിയായാലും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കില്ലായിരുന്നു. ഈ ഇടിയും കൊണ്ട് നിൽക്കില്ല. അവളുടെ പാട്ടിനങ്ങ് പോവല്ലേ ഉള്ളൂ, കളഞ്ഞിട്ട്. ഇത്രയും വേണ്ടാന്ന് പറയുന്ന ഒരാളിൻ്റെ കൂടെ ഇവിടെ തങ്ങാൻ ആരും തയ്യാറാവില്ല. പക്ഷേ ആ പാവമാണ് ആ കുട്ടി. ഒരുപാട് അടി, നാട്ടുകാരൊക്കെ പറഞ്ഞു, നീ എന്തിനാ വെച്ചാൽ നീ ഇവിടെ നിൽക്കുന്ന, നീ കളഞ്ഞിട്ട് നിൻ്റെ ജോലി നോക്കി നീ പോ. പക്ഷെ ആ കുട്ടി കേട്ടില്ല കേട്ടോ. ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. പക്ഷെ ആ കുട്ടി പാവമായിരുന്നു കേട്ടോ. ഒരുപാട് ഇത്രയും ത്യാഗം സഹിച്ച് ഒരു പെൺകുട്ടികളും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് മാത്രം ആ കുട്ടി അടിയും ഇടിയും ഒക്കെ ഒരുപാട് കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഒടുവിൽ സഹികെട്ട് എന്നിട്ടും നിന്ന്. പക്ഷേ അവളുടെ ഹസ്ബൻഡ് ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് പോകുന്നത് വരെ അവൾ വെയിറ്റ് ചെയ്തതായിരുന്നു. ഇപ്പം കേസ് നടക്കണുണ്ട്, നഷ്ടപരിഹാരം കൊടുക്കണമെന്നുള്ള രീതിയിലാണ്. എന്നിട്ടും കുറച്ച് നാൾ കൂടെ അവൾ വെയിറ്റ് ചെയ്തു. ചിലപ്പോൾ അവളെ വിളിക്കും എങ്കിൽ 2 പേർക്കും കൂടെ ജീവിക്കാം എന്നുള്ള രീതിയിൽ വരെ ആ കൊച്ച് എത്തിയതായിരുന്നു. പക്ഷേ അവൻ അതിന് തയ്യാറായില്ലായിരുന്നു. ഇപ്പോൾ ഉള്ള വിശേഷങ്ങൾ എന്താണെന്നറിയില്ല. ഇപ്പം ഇനി അവൾക്കൊരു ലൈഫ് വേണമല്ലോ. അവളുടെ വീട്ടുകാരൊക്കെ പുതിയ ഒരു വിവാഹത്തെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ടോ എന്ന് ഒരു ദിവസം വിളിച്ചപ്പം പറഞ്ഞായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ വിളിയൊന്നുമില്ല. കാരണം വിളിച്ചാലും വാക്കുകൾ കൊണ്ട് എനിക്ക് പറഞ്ഞ് ഒരു സമാധാനം കൊടുക്കാനോ അതിൻ്റെ സങ്കടം കാണാനോ ഒന്നും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാനിപ്പം വിളിക്കാറേ ഇല്ല കേട്ടോ. അപ്പം ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആവാം, നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആവണം. പക്ഷേ വീടുകൾക്കുള്ളിൽ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒരു ലിമിറ്റ്, ഒരു അതിരിടണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാം ആവശ്യത്തിനായാലും അത് മുന്നോട്ട് നിലനിന്ന് പോകും. ഇന്നത്തെ വീഡിയോ ഇത്രയുമുള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.